ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നി രാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, അതിലെ നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു? 3-ാം ഭാവത്തിൽ നിൽക്കുന്നു, നീചസ്ഥനായിക്കൊണ്ട്. ശുക്രന് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്നവരുടെ 4-ാം ഭാവാധിപനാണ്, മറ്റൊന്നവരുടെ ലാഭാധിപനാണ്. ശുക്രൻ നിൽക്കുന്നത് നീചസ്ഥനായി 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ആചാര്യൻ നല്ല ഫലത്തെ പറഞ്ഞിട്ടില്ല. കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കൃപണത്വം കാണിക്കുക, നല്ലൊരു ഫലമല്ല കൃപണത്വം. ഇവിടെ 3-ൽ നിൽക്കുന്ന ശുക്രൻ 4-ാം ഭാവാധിപനായതുകൊണ്ട് ജന്മഗൃഹം നഷ്ടപ്പെടുക, ജന്മഗൃഹത്തിൽ മാറിപ്പോവുക, ഭൂമി വിൽപ്പന നടത്തുക, ഭൂമിയുടെയൊക്കെ ലാഭമല്ല ഉണ്ടാവുക, നഷ്ടമാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ചില കച്ചവടം നടത്തി എന്നിട്ട് അവസാന സമയം ആ ബ്രോക്കറേജ് കച്ചവടം നഷ്ടപ്പെടുക, അതിൻ്റെ പേരിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുക, ബ്രോക്കർമാർ തങ്ങളിൽ ശത്രുക്കളാവുക. ഇതൊക്കെ സംഭവിക്കുന്ന 32 ദിവസമാണ് കർക്കിടക രാശിക്കാരുടെ മുന്നിലുള്ളത്. സ്വതവേ കർക്കിടക രാശിക്കാർക്ക് ജന്മവ്യാഴവുമാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. മാനസിക സംഘർഷങ്ങൾ വളരെയധികം കൂടും. ഈ ശുക്രൻ നീചസ്ഥനായി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ മാനസികമായ സംഘർഷങ്ങൾ വ്യക്തിക്ക് ഉണ്ടാകും. ഇത് വ്യക്തിയെ ബാധിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിനെ ബാധിക്കും എന്നെല്ലാം അറിയാം. എന്നൊക്കെ നിങ്ങൾ അറിയണം. ഇവിടെ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു, രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശ. സ്ത്രീജനെ തസ്യ രതിഹീന. സ്ത്രീജനങ്ങളുടെ വലിയ താല്പര്യം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ബന്ധുനാശക, ബന്ധുക്കൾക്ക് നാശമുണ്ടാകും. 4-ാം ഭാവാധിപൻ ആരാണ്? മാതാവ്, സുഹൃത്ത്, മാതുല, ഭാഗിനേയ. സുഹൃത്താണ്, അമ്മയാണ്, അമ്മാവനാണ്, മരുമക്കളാണ്. ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ബന്ധുനാശം ഉണ്ടാകുക. ഗുരു യസ്യ ദുസ്സൽക്കോ ദാനവാനാം ന തുഷ്ടോ ഭവേൻ പുത്രസൗഖ്യ അഭി. മക്കളുണ്ടാകാം, പക്ഷെ മക്കളുടെ സൗഖ്യത്തിൽ തനിക്ക് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. സേനാപതിർ കാതരോ ദാന സംഗ്രാമകാലേ. താൻ ദാനം ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും ഭയന്നു പോകും. അതിനാൽ ധീരമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഈ ഒരു 32 ദിവസക്കാലം വളരെയധികം ശ്രദ്ധിക്കണം. സേനാപതിയാണ്, പലപ്പോഴും മുന്നിട്ട് നിൽക്കും. അവിടെയൊക്കെ ഭയത്താൽ പിറകോട്ട് വരും. നല്ല വലിയ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ തൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോവുക. ഫോർ എക്സാമ്പിൾ, ഒന്നിച്ച് ധാരാളം തീർത്ഥാടനത്തിനൊക്കെ പോവുകയാണ്. ആ സമയത്ത് നമുക്ക് പലരും ഉത്തരവാദിത്തം വരും. ഉത്തരവാദിത്തം തരുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു.
പക്ഷെ താൻ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. എനിക്കിത് ചെയ്യുവാൻ പറ്റുമോ, എനിക്കിത് ചെയ്യുവാൻ പറ്റുമെന്ന് അകാരണമായ ഭയം തന്നെ മതിക്കുന്ന സമയമാണ് ഈ 32 ദിവസം എന്നറിയുക. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ, നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ അവിടെ വിളക്കിലേക്ക് എണ്ണാതിരി മാല സമർപ്പിക്കണം. ധർമ്മദൈവങ്ങൾ അനുഗ്രഹം വാങ്ങണം. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ. ധർമ്മദൈവങ്ങൾ പ്രസാദിച്ചാൽ തറവാട് കുളിർക്കും, തറവാടിൽ ഐശ്വര്യമുണ്ടാകും എന്ന് പറഞ്ഞു. എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യുക. പൂർവികർ എന്തൊക്കെ ചെയ്തു അത് പൂർണ്ണമായി നിന്ന് ചെയ്യുവാൻ കഴിയില്ല. എങ്കിലും തനിക്കാവുന്ന വിധത്തിൽ ധർമ്മദൈവത്തിന്റെ ഒരു പ്രീതി വാങ്ങി വെക്കുന്നത് ഈ ഒരു സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.